എൻ്റെ എല്ലാ +1 കുട്ടികൾക്കും നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചത്? എല്ലാ ദിവസവും നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർത്തു. എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം ക്ലിയർ ആയി. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും ഒന്നിനോട് യോജിക്കാതെ അല്ലെങ്കിൽ ഒന്നൊന്നുമായിട്ട് കണക്ട് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ടഫായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. നന്നായിട്ട് വായിച്ചു പഠിക്കുക, എഴുതി പഠിച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഞാൻ ഇതിന്റെ കൂട്ടത്തിലെല്ലാം ഇന്ന് ഞാൻ ഹോംവർക്ക് വിട്ടു. ഹോംവർക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്ത് ഉറപ്പായിട്ട് ചെയ്ത് കാണിക്കണം കേട്ടോ. കൃത്യമായിട്ട് എളുപ്പമുള്ള രീതിയിലാണ് പഠിക്കുന്നത്. അത്ര എളുപ്പമുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് എപ്പോഴും എളുപ്പമായിരിക്കും. ആ മെത്തേഡിൽ ഞാൻ ചെയ്യിപ്പിക്കത്തുള്ളൂ. ഞാൻ കുറെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനായിട്ടൊക്കെ വളരെ 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 ഉള്ളതാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പെട്ടെന്ന് സമയം കളയണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ ആണോ നോക്കിയേ. സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ലാമിന, സൈഡ്സ് ഓഫ് എ റെക്ടാങ്കുലർ ലാമിന ആർ 8.5 പ്ലസ് ഓർ മൈനസ് 0.2 സെന്റിമീറ്റർ. എന്തൊക്കെയാന്ന് പറയാം, ക്വസ്റ്റ്യൻ വായിക്കാം. ആൻഡ് 5.6 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ. Calculate the lamina with the error limits. Calculate the perimeter of the lamina. Main സാധനം കിട്ടും. Perimeter of the lamina. Perimeter of the. ഞാൻ മൊത്തം തിരുത്താണ്. Calculate the perimeter of the. Perimeter ആണ് പഠിക്കുന്നത്. Perimeter of the. Perimeter ഒക്കെ നമുക്ക് അറിയാം. Of the lamina with the error limits. With error limits. അത് നിങ്ങൾ പെട്ടെന്ന് എന്നോടൊന്ന് പറഞ്ഞേ, ഈ റെക്ടാംഗിളിന് ഏതൊക്കെ സൈഡുള്ള ലെങ്തും ബ്രെഡ്ത്തും അല്ലേ അല്ലേ? അന്നേരം ഇത് ഞാൻ ലെങ്ത് ആയിട്ട് അങ്ങ് എടുക്കും. ഈ രണ്ടാമത് ഞാൻ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും. ഒരെണ്ണത്തിന് എന്തായാലും ലെങ്ത് ആയിട്ട് എടുക്കണം, രണ്ടാമത് എടുക്കുന്ന ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കണം. ഈ എറർ ഞാൻ പറഞ്ഞു, എററിനെ സം, എററിനെ മൾട്ടിപ്ലിക്കേഷൻ, എററിനെ ഡിവിഷൻ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ മറ്റേ നിങ്ങൾ കാണാൻ പഠിക്കുന്നുണ്ട് ആവശ്യകതയെ ഇല്ല നിങ്ങളുടെ സിലബസിൽ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. കാരണം ഞാൻ ഇത് ആദ്യത്തെ ലെങ്ത് ആയിട്ട് എടുക്കുന്നു, അടുത്തത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും. അവിടെ എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തത് ലെങ്ത് L, ചുമ്മാ ഞാൻ എഴുതുന്നുണ്ട്, നോക്കണേ. L എന്ന് പറയുന്നത് 8.5 സെന്റിമീറ്റർ. സാറേ 8.5 പ്ലസ് ഓർ മൈനസ് 0.2 പറയാം. കാരണം സെന്റിമീറ്ററിലാണ്, അതായത് മീറ്ററിലാണെങ്കിൽ ഇവിടെ മീറ്റർ എഴുതണം. 8.5 പ്ലസ് ഓർ മൈനസ് കഴിഞ്ഞിട്ട് കിടക്കുന്ന എപ്പോഴും ഒരു ചെറിയ എററാണ്. ആ എററിനെ ഞാൻ ഡെൽറ്റ എൽ എന്ന് വിളിക്കും. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ 0.2 സെന്റിമീറ്റർ. എൽ എന്ന് പറയുന്നത് 8.5 സെന്റിമീറ്റർ, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ ബ്രെഡ്ത്ത് ബി, ഇതുപോലെ നിങ്ങളെന്ന് പറഞ്ഞാൽ ബി ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 5.6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ബിയോ ആണ് 0.1 സെന്റിമീറ്റർ. നിങ്ങൾ താഴെ താഴെ എഴുതി പോകാവുള്ളൂ, ഞാൻ ഇങ്ങോട്ടൊന്നും ബോർഡിൽ എഴുതുന്നേ ഉള്ളൂ. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്തോ റെക്ടാംഗിൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? പെട്ടെന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു. 2 into L plus B. 2 into L plus B. അങ്ങനെയാണെങ്കിൽ P is equal to 2 into L ഏതാന്ന് നോക്കിയാൽ മതി. L ഏതാ? 8.5. ഞാൻ കറക്റ്റ് മെത്തേഡ് ചെയ്ത് പോണേ. പ്ലസ് B ഏതാ? 5.6. വലിയ ആക്രാന്തം കാണിച്ചെല്ലാം തെറ്റിച്ചു പോകരുത്. P is equal to 2 into 8.5 plus 5.6 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിന് ആവശ്യമുണ്ടോ? 14.1. P is equal to 28.2 സെന്റിമീറ്റർ. സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ കണ്ടുപിടിച്ചു, പി കണ്ടുപിടിച്ചു. പിന്നെ എന്തിനാ ഈ 0.2 0.1 ഒക്കെ തന്നേക്കുന്നത്? ഉണ്ടാവശ്യമുണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം ഇക്വേഷൻ ഡെൽറ്റ പി. പെരിമീറ്ററുള്ള ഇക്വേഷൻ ഇതാണെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, പ്ലസ് ഓർ മൈനസ് 2 into ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. ഇങ്ങനെ എഴുതാം ഇക്വേഷൻ. ഡെൽറ്റ ബി സിയിൽ പ്ലസ് ഓർ മൈനസ് 2 into ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു
പ്ലസ് ഓർ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ എൽ ഏതാ 0.2 പ്ലസ് ഡെൽറ്റ ബി ഏതാ ഇതാണ് എടുക്കുന്നത് 0.1. Delta P is equal to plus or minus 2 into 0.2 plus 0.1 എത്ര 0.3 അല്ലേ? Delta P is equal to plus or minus 2 into 0.6 അത്രയും സെന്റിമീറ്റർ. P കണ്ടുപിടിച്ചു, ഡെൽറ്റ പി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതേ ഫോമിൽ തന്നെ പെരിമീറ്റർ എഴുതാം. എറർ ലിമിറ്റ് എഴുതാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അന്നേരം നമുക്ക് ഇങ്ങോട്ട് ഞാൻ എഴുതാണ്. ഇങ്ങോട്ട് നമ്മൾ തെറ്റിപ്പോയത്. പെരിമീറ്റർ വിത്ത് എറർ ലിമിറ്റ്സ്. പെരിമീറ്റർ വിത്ത് എറർ ലിമിറ്റ്സ് ഈക്വൽ എങ്ങനെയാണെന്ന് അറിയാം. ഇതേ ഫോമിൽ തന്നെ എഴുതുമ്പോൾ പെരിമീറ്റർ പി എത്ര ഇങ്ങനെ എഴുതാം. പി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ പി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഒന്നുകൂടെ എഴുതുകയാണ്. പെരിമീറ്റർ വിത്ത് എറർ ലിമിറ്റ്സ്. ക്ലിയർ ആണോ? നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉറങ്ങിപ്പോലെ. എറർ ലിമിറ്റ്സ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ്സ് ഈസ് ഈക്വൽ ടു പിക്ക് പകരം എന്ത് കൊടുക്കാം 28.2 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ പിക്ക് പകരം 0.6 സെന്റിമീറ്റർ. ഇത്ര എഴുതുമ്പം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 4 മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. 3 മാർക്സ് ഉറപ്പാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. ആദ്യം എല്ല് എഴുതുക, പെരിമീറ്റർ കണ്ടുപിടിക്കുക, ഡെൽറ്റ പി കണ്ടുപിടിക്കുക, ഡെൽറ്റ പി കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ചേർത്ത് എഴുതുക. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണിത് കണ്ടുപിടിക്കേണ്ടത്. ഈസി. വളരെ ഈസിയിൽ പഠിക്കാം. ഇതിന്റെ ഇതേപോലെ വാല്യൂ വ്യത്യാസപ്പെടുത്തിയൊരു ഹോംവർക്ക് കൂടെ എനിക്കിപ്പം തരാം. ചെയ്യാമല്ലോ? ചെയ്തിട്ട് എനിക്ക് വാട്സാപ്പിനകത്ത് അയച്ചു തരണം കേട്ടോ. അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഇട്ടാലും മതി. അന്നേരം ഓക്കെ, ഒരു ഹോംവർക്കിലോട്ട് പെട്ടെന്ന് പോവാം. ഈസി അല്ലേ? 1-2 വട്ടം ഒന്നും നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു പ്രോബ്ലം തന്നു, അതിന്റെ ഹോംവർക്ക് ഒന്ന് ചെയ്യണം. എന്നിട്ട് നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോകാം. അന്നേരം ആ പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്ന് ഞാൻ വായിക്കാം. ഹോംവർക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. സൈഡ്സ് ഓഫ് എ റെക്ടാംഗുലർ ലാമിന ആർ 4.2 പ്ലസ് ഓർ മൈനസ് 0.3 സെന്റിമീറ്റർ. വാല്യൂ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. And 6.4 plus or minus 0.2 centimeter. Calculate the perimeter of the lamina with the error limits. നിങ്ങൾ ഏത് ലെങ്ത് ആയിട്ട് എടുക്കും, ഏത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കും ഞാൻ പറഞ്ഞു തരണോ? ഇത് ലെങ്ത് ആയിട്ട് എടുക്കണം, ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കണം. ഇത് എല്ലും ഇത് ഡെൽറ്റ എല്ലും, ഇത് ബിയും ഇത് ഡെൽറ്റ ബിയും. എന്നിട്ട് ആദ്യം പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഇക്വേഷൻ പറ 2 into L plus B. എന്നിട്ട് ഡെൽറ്റ പി കണ്ടുപിടിക്കണം. പ്ലസ് ഓർ മൈനസ് 2 into ഡെൽറ്റ പി ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ ബി. എന്നിട്ട് പെരിമീറ്റർ വിത്ത് എറർ ലിമിറ്റ്സ്. പടപടാന്നൊരു 2 മിനിറ്റ് കൊണ്ട് നല്ല വൃത്തിയായിട്ട് എഴുതി ഇങ്ങോട്ട് അയച്ചാൽ അതിൽ 5 മിനിറ്റ് കൊണ്ട് നല്ല വൃത്തിയായിട്ട്, അല്ലെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് വൃത്തിയായിട്ട് ആൻസർ ചെയ്യും. സ്റ്റെപ്പുകളെല്ലാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അന്നേരം ഇതിനകത്ത് സംശയമില്ലല്ലോ. നമുക്ക് ഹോംവർക്കും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഹോംവർക്ക് ഇതെല്ലാം ക്ലാസ്സെല്ലാം കണ്ടിന്യൂഷൻ ചെയ്താൽ മതി. അടുത്ത നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വർഷം ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അത് നമുക്ക് അടുത്ത വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ, വളരെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ, ഒരുപാട് വർഷം ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ തിയറി പാർട്ട് മൊത്തം പഠിച്ചാൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അറിയോ, ഒരുപാട് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ചിലയിടത്തൊന്നും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കുക, തിയറി പാർട്ട് മാത്രം പഠിപ്പിക്കും. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് +1 അതുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്. ഫിസിക്സ് നല്ല ടഫ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ്റെ ലെവലേ വ്യത്യാസമാണ്. നന്നായിട്ട് പഠിക്കണം. അങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കും. ഓക്കെ, നോട്ട്സും അതുപോലെ വാല്യൂബിൾ ആണ്. നോട്ട്സിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പെട്ടെന്ന് നോക്കിയേ. ദി എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ്. സ്പീഡ് കൂടിയോ? ദി എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 0.4%. ഒരു വട്ടമൊക്കെ സെയിം വാല്യൂ വെച്ച് തന്നെ പരീക്ഷയ്ക്ക് വെച്ചു. ഫൈൻഡ് ദി പെർമിസിബിൾ എറർ ഇൻ ദി സർഫസ് ഏരിയ. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട്. സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ സർഫസ് ഏരിയ എന്നുണ്ട്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ, ഫൈൻഡ് ദി പെർമിസിബിൾ എറർ ഇൻ ദി സർഫസ് ഏരിയ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ. സ്ഫിയറിന്റെ ഏരിയ എന്തുവാ? പെട്ടെന്ന് പറ. ചിലർ പറഞ്ഞു, ഇപ്പോഴും ചിലർ പറഞ്ഞിട്ടില്ല.
സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr². ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച 4πr². സ്ഫിയറിന്റെ വോളിയോ 4/3πr³. ഇത് ചെയ്യിപ്പിച്ചിട്ട് ഞാനൊരു ഹോംവർക്ക് തരും. അത് നമ്മളങ്ങ് ക്ലിയർ ആയിട്ട് പഠിക്കും. അന്നേരം സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ എഴുതുകയാണ്. ഏരിയ ക്യാപിറ്റൽ ഏരിയ ഈസ് ഈക്വൽ ടു 4πr². ഉണ്ടോ? ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. ഇനി അവർ തന്നിട്ടുണ്ട് റേഡിയസ് ഓഫ് ദി സ്ഫിയർ തന്നിട്ടുണ്ട് ഈസ് 0.4%. പെർസെന്റേജ് ആണെന്നിരിക്കുന്നത്. അന്നേരം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ നോക്കണം. ഡെൽറ്റ r/100 r/r×100 പെർസെന്റേജ് എഴുതുന്ന അങ്ങനെയാണല്ലോ. ഡെൽറ്റ r/r×100 ആണ് അവർ തന്നേക്കുന്നത്. എത്ര? 0.4%. കാരണം നമുക്ക് പെർസെന്റേജ് ആ റേഡിയസ് എഴുതണം. റേഡിയസ് തന്നിട്ടുണ്ട് 0.4%. അതിന് എഴുതേണ്ടത് ഡെൽറ്റ r/r×100 0.4%. ഇനി ഏരിയ നമുക്ക് പെർസെന്റേജ് ആയിട്ട് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അന്നേരം ഇതിനെ നമുക്ക് കണ്ടിങ്ങനെ എഴുതാം. ഏരിയ പെർസെന്റേജ് ആക്കുമ്പോൾ ഡെൽറ്റ a/a×100 ഈസ് ഈക്വൽ ടു, വളരെ എളുപ്പമാണ്, 4 കോൺസ്റ്റന്റ്. ശ്രദ്ധിച്ചോണം, 4 കോൺസ്റ്റന്റ് പൈ കോൺസ്റ്റന്റ്. r² ഇങ്ങനെ എഴുതാമല്ലോ, 2 × ഡെൽറ്റ r/r×100. പെർസെന്റേജ് ആക്കുമല്ല. അന്നേരം 3-4 സ്റ്റെപ്പേ ഉള്ളൂ, പക്ഷെ സ്റ്റെപ്പ് എല്ലാം ഇമ്പോർട്ടന്റ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. എ എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് 4πr² സർഫസ് ഏരിയ. റേഡിയസ് നിൽക്കുന്ന പെർസെന്റേജിലാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതണം? ഡെൽറ്റ r/r×100 0.4% ഒരു തന്നിട്ടുള്ള വാല്യൂ ആണ്, ഗിവൺ വാല്യൂ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സർഫസ് ഏരിയ പെർസെന്റേജ് ആണ്. അതായത് ഡെൽറ്റ a/a×100 4 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. ബാക്കി 2 × ഡെൽറ്റ r/r×100. ഇനി എളുപ്പം, നിങ്ങൾ നോക്കി ആൻസർ എത്തി. ഡെൽറ്റ a/a×100 ഈസ് ഈക്വൽ ടു 2 × നിങ്ങൾ നോക്കിയേ ഡെൽറ്റ r/r×100 എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ കിടക്കുന്നത്. എത്ര പെർസെന്റേജാ? 0.4%. ഉണ്ടോ? ചെയ്യാനാണ്, പക്ഷെ മെത്തേഡ് അറിഞ്ഞിരിക്കണം. അതാണ് ഡെൽറ്റ a/a×100 ഈസ് ഈക്വൽ ടു 2 × 0.4 എന്ന് പറഞ്ഞാൽ 0.8%. എത്ര വർഷം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ അറിയാം, ഒരുപാട് വർഷം റിപ്പീറ്റ് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി. എത്ര സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ 1, 2, 3, 4, 5ാമത്തെ സ്റ്റെപ്പിൽ ഉത്തരവ്. പക്ഷെ ആ മെത്തേഡ് നന്നായിട്ട് അറിയാം. അന്നേരം എററിന്റെ സം, എററിന്റെ മൾട്ടിപ്ലിക്കേഷൻ, എററിന്റെ ഡിവിഷൻ, എററിന്റെ ഇങ്ങനെയുള്ള ഒന്നും തിയറി പാർട്ട് അല്ല, അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചിരിക്കുന്നത്. സിലബസിലുള്ള തിയറി പാർട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച, കഴിഞ്ഞ ഓളിയത്തിൽ പഠിപ്പിച്ച p = a³ b² എന്നൊക്കെ പറയുന്ന ഇഷ്ടം പോലെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുകയൊക്കെ വേണം. അതൊക്കെ ചെയ്ത് പഠിച്ചാൽ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്ത് പഠിക്കണം, വ്യത്യസ്തമായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇതിന്റെ ഒരു ഹോംവർക്ക് കൂടെ ഞാനിടാം. ആ ഹോംവർക്ക് ഇതെല്ലാം കണ്ടതിന് ശേഷം, ക്ലാസ് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഹോംവർക്ക് കൂടെ ചെയ്ത് ഇങ്ങനെ പെട്ടെന്ന് അയച്ചു. ഓക്കെ, ഇതിനകത്ത് അയച്ചു, വാട്സപ്പിനകത്ത് അയച്ചു. വാട്സപ്പിനകത്ത് നമ്പറെല്ലാം കൊടുത്തേക്കും, അതിനകത്തോട്ട് ഇങ്ങനെ അയച്ചു തരും. ഞാൻ കറക്റ്റ് ചെയ്തത്. ഇതിന്റെ ഒരു ഹോംവർക്ക് കാണാം. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യന്റെ ഒരു ഹോംവർക്ക് അത് ശ്രദ്ധിച്ച് ചെയ്യണം. അത് വാല്യൂ മാത്രമല്ല, അല്ലാതെ ഇച്ചിരി വ്യത്യാസമുണ്ടോ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ദി എറർ ഇൻ ദി മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് എത്ര വന്നിരിക്കുന്നത്? 0.7%. 0.7%. ഫൈൻഡ് ദി പെർമിസിബിൾ എറർ ഇൻ ദി ഏരിയ അല്ല, ക്വസ്റ്റ്യൻ വോളിയം. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു ഒരു സ്ഫിയറിന്റെ ഏരിയ എത്രയാണ്? ഇക്വേഷൻ 4π ഏരിയ 4πr², വോളിയം 4/3. നിങ്ങൾ ചെയ്യേണ്ടതാണ് ഹോംവർക്ക്. ഞാനൊരു ക്ലൂ ഇട്ടങ്ങ് തരുന്നേ ഉള്ളൂ. 4/3πr³. നിങ്ങൾ തന്നിരിക്കുന്ന ഡേറ്റ റേഡിയസ് തന്നിട്ടുണ്ട്. ഡെൽറ്റ r/r×100 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.7. ഡെൽറ്റ v/v×100 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയൊക്കെ തരത്തുള്ളൂ. നിങ്ങൾ ഓർത്തുക 4/3 പൈയും കോൺസ്റ്റന്റ്. ഇപ്പൊ ഞാൻ ഏകദേശം ഉത്തരമെല്ലാം പറഞ്ഞു. 4/3 പൈയും കോൺസ്റ്റന്റ്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളത് പോലെ ചെയ്യുക. ഉത്തരം എഴുതി നല്ല അടിപൊളിയായിട്ട് അയച്ചു. ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഹോംവർക്ക് സിമ്പിളായിട്ട് ചെയ്യും. ഹോംവർക്ക് കൂടെ അങ്ങ് ചെയ്ത് പഠിക്കും. ഇതെല്ലാം നിങ്ങളുടെ നോട്ട്സിനകത്തുണ്ട്. എന്നാൽ പോലും നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നല്ല നല്ല ബ്രില്യൻ്റ് ആകും. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ്. അടുത്തിലോട്ട് പോകും. അടുത്ത വെറൈറ്റി ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ.
ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. അന്നേരം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകണം. അന്നേരം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 6, 7, 8 തവണ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിയേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പേടിച്ചൊന്നും പോകണ്ട, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എ ഫേമസ് റിലേഷൻ ഇൻ ഫിസിക്സ് റിലേറ്റ്സ് മൂവിംഗ് മാസ് m to റെസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ മാസ് ആണ് m0 in terms of its speed v and the speed of light c. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പാർട്ടിക്കിളിന്റെ സ്പീഡാണ് v എന്ന് പറയുന്നത്, ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും c ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ബോയ് റീകോൾസ്. ഇനി ഈ ഫേമസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് റിലേഷൻ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഏതാ ഈ ഫേമസ് റിലേഷൻ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിസ്റ്റിക് തിയറി എന്ന് പറയുന്നതിനകത്തുള്ള ഇക്വേഷൻ ആണ് ഈ ഫേമസ് റിലേഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്. എ ബോയ് റീകോൾസ്. റീകോൾ എന്ന് പറഞ്ഞാൽ റിമെമ്പർ ചെയ്യുക, ഓർത്തെടുക്കുകയാണ്. ദ റിലേഷൻ ഓൾമോസ്റ്റ് കറക്റ്റ്ലി. ഓൾമോസ്റ്റ് കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടില്ല, എവിടെയോ ഒരു മിസ്റ്റേക്ക്, ചെറിയതായിട്ടൊരു മിസ്റ്റേക്ക് വന്നു. ബട്ട് ഫോർഗെറ്റ്സ്, ആണ് ചെറിയ മിസ്റ്റേക്ക് വന്നു, മറന്നുപോയി. വേർ ടു പുട്ട് ദി കോൺസ്റ്റന്റ് സി. എമ്മും m0യും വിയും സിയും എല്ലാം ഇക്വേഷൻ അത് വേണം, പക്ഷെ സി എവിടാന്നുള്ളത് ചേർക്കേണ്ട എവിടാന്ന് വിട്ടുപോയി. ഹി റൈറ്റ്സ് ആസ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ ആണ് m m0 by root of 1 minus v square. അതിനകത്ത് സി ഇല്ല. ഗസ് വേർ ടു പുട്ട് സി. എന്താ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അന്നേരം ഇത് നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ അനുസരിച്ച് LHS = RHS എന്ന് കിട്ടണം. LHS = RHS. അന്നേരം നമ്മൾ പഠിച്ചു m എന്ന് പറഞ്ഞാലും മാസ് ആണ്, റെസ്റ്റ് മാസ് m0 എന്ന് പറഞ്ഞാലും മാസ് ആണ്. അന്നേരം LHS ഇതിന്റെ ഡയമെൻഷൻ എടുത്തേ, സ്മോൾ എമ്മിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M m0 എന്ന് പറഞ്ഞാൽ മാസ് ആണ്. m m കറക്റ്റ് ആയി. അന്നേരം ഇവിടോട്ട് വരുമ്പം എവിടെ സി നമ്മൾ ആഡ് ചെയ്യും, കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ? അത് നിങ്ങൾ ആലോചിക്കേ. വെലോസിറ്റി v ആണ്, c വെലോസിറ്റി ആണ്, രണ്ടും വെലോസിറ്റി. സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്പീഡ് തന്നെയാണ്. സ്പീഡിന്റെ ഡയമെൻഷൻ എന്തുവാ? L(t)−. അങ്ങനെയാണെങ്കിൽ എവിടെ നമ്മൾ സി കൊടുക്കും? ഇവിടെ സി കൊടുക്കുവോ, ഇവിടെ സി കൊടുക്കുവോ, ഇവിടെ സി കൊടുക്കുവോ? എങ്ങനെ ചെയ്യണ്ടേ? ഒരു ഇക്വേഷൻ ഞാൻ ആദ്യമായിട്ട് എഴുതാം. കറക്റ്റ് ഇക്വേഷൻ നമുക്കത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് ഇക്വേഷൻ ഇതാണ്. അത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. m0 by എവിടെയെങ്കിലും കിട്ടിയോ? 1 minus v square by c². ഇവിടാണ് സി കൊടുക്കുന്നത്. ഇതാണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ, വളരെ ഫേമസ് ഇക്വേഷൻ. ഇതാണ് ആൻസർ. ഈ ആൻസർ എഴുതുന്നതിന് നിങ്ങൾക്ക് പകുതി മാർക്ക്, 1.5 മാർക്ക് കിട്ടും. എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. m m0 by root of 1 minus v². v എന്ന് പറഞ്ഞ വെലോസിറ്റി, c എന്ന് പറഞ്ഞ വെലോസിറ്റി. നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, L(t)−1 by c വെലോസിറ്റിയാ, L(t)−1 ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇത് രണ്ടും ക്യാൻസൽ. 1 മൈനസ് അതങ്ങ് പോയി, ഈ ടൈം ഇത്രയും പോയി. ബാക്കി വരുന്നത് m m0. എമ്മിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ, m0 ഡയമെൻഷനും ക്യാപിറ്റൽ, രണ്ട് മാസം. m LHS RHS. അത് വെച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിന്റെ സെന്റൻസ് മേക്കിംഗ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് എവിടാണ് ഇക്വേഷൻ എഴുതുന്നത് തന്നെ പകുതി 3 മാർക്കിൽ 3 മാർക്കാണ്. 3 മാർക്കിൽ 1.5 മാർക്കും കിട്ടും. മനസ്സിലായോ? ഇത് 7-8 വട്ടം റിപ്പീറ്റ് ചെയ്താൽ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ഫുള്ള് നിങ്ങൾ ഡയമെൻഷൻസ് പഠിച്ചു, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അരച്ച് കലക്കി അടിപൊളിയായിട്ട് പഠിച്ചു. എന്നാലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അന്നേരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തു. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്ത് സംശയങ്ങളും ചോദിക്കുക. നിങ്ങൾ ഏത് ചാപ്റ്റർ തീർന്നു? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ഡയമെൻഷൻസ്, അതിന്റെ യൂസസ്, പെർസെന്റ് എറേഴ്സ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. അടുത്ത ക്ലാസ് വരെ നമ്മൾ പുത്തൻ ചാപ്റ്റർ തുടങ്ങുകയാണ്. 3ാമത്തെ യൂണിറ്റ് മോഷൻ ഇൻ എ പ്ലെയിൻ. കുറേ പഠിക്കാൻ പ്രശ്നം, നല്ല രസമായിട്ട് പഠിക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ. അടുത്ത ക്ലാസ്സിൽ മോഷൻ ഇൻ എ പ്ലെയിൻ നമ്മൾ തുടങ്ങും. നല്ല വെക്ടറൊക്കെയാണ്, നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം വേറൊരു രീതിയിലും. പക്ഷെ നിങ്ങളോട് അതിനൊപ്പം പഠിച്ചു പോകണം, അത് മറക്കരുത്. പഠിക്കാൻ മറക്കുകയും ചെയ്യരുത്. പരീക്ഷ ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. സ്കൂളിൽ പോലും ചിലപ്പോൾ പോകേണ്ട വരരുത്. നേരെ പരീക്ഷ കൊണ്ടിരുമ്പോൾ അന്തം വിട്ടിരിക്കേണ്ട വരരുത്. ഓക്കെ, അന്നേരം പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു. അന്നേരം അടുത്ത ക്ലാസ്സിൽ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, വാ.